ഇന്ന് ഈ സ്വർഗീയ മാതാപിതാക്കളുടെ ദിന അനുസ്മരണ പരിപാടി നടത്തുവാൻ നമ്മെ നയിച്ച എലോഹിം ദൈവത്തിന്, പിതാവായ ദൈവത്തിനും മാതാവായ ദൈവത്തിനും നാം നിത്യമായ നന്ദിയും മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു. സ്വർഗീയ മാതാപിതാക്കളുടെ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ നിത്യഭവനം, നമ്മുടെ മാതാവ് എന്ന വിഷയത്തിലൂടെ നമുക്കൊരുമിച്ച് ദൈവവചനം പഠിക്കാം. സ്വർഗീയ പിതാവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നീണ്ട 37 വർഷം സുവിശേഷത്തിന്റെ പാതയിലൂടെ നടന്നു. നഷ്ടപ്പെട്ടുപോയ തന്റെ എല്ലാ മക്കളെയും കണ്ടെത്തുന്നതിനായി അവിടുന്ന് പോകുന്നതിനു മുമ്പ് സ്വർഗീയ മാതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. എലീശ ഏലിയാവിനെ പിന്തുടർന്നു, യോശുവ മോശയെ പിന്തുടർന്നു, പത്രോസ് യേശുവിനെ പിന്തുടർന്നു. ഞാൻ മാതാവിനെ പിന്തുടരുന്നു. ഞാൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചതുപോലെ നിങ്ങൾ ഈ മാതൃകയിൽ നിന്ന് പഠിക്കുകയും അത് പ്രായോഗികമാക്കുകയും വേണം. സ്വർഗീയ മാതാവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നറിയിക്കാൻ കൊറിയക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു വചനവും അവിടുന്ന് നമുക്ക് നൽകി. മാതാവിന്റെ വാക്കുകൾ കേട്ടാൽ ഉറങ്ങുമ്പോഴും ചോറുണ്ടായിരിക്കും. ഇന്ന് സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും സ്വർഗീയ മാതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ധ്യാനിച്ചുകൊണ്ടും ദൈവവചനത്തിലെ പഠിപ്പിക്കലുകൾ ഒരുമിച്ച് പഠിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്താം. നാം ജീവിക്കുന്ന ഈ ആഗോള ഗ്രാമത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം സാധാരണയായി കാണാത്ത അപൂർവവും അസാധാരണവുമായ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അവയിൽ കോരമീനിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. ജന്മസ്ഥലത്തേക്ക് മടങ്ങാൻ ജീവൻ പണയപ്പെടുത്തി പോരാടുന്ന ഒരു ജീവിയായി അത് പരക്കെ അറിയപ്പെടുന്നു. ഒരു സാൽമൺ മത്സ്യം മുട്ട വിരിഞ്ഞ് ചെറിയ കുഞ്ഞായി കടലിലേക്ക് പോകുന്നു. ഇനമനുസരിച്ച് 3 മുതൽ 5 വർഷം വരെ, ചിലപ്പോൾ അതിൽ കൂടുതൽ കാലം സമുദ്രത്തിൽ ജീവിച്ച ശേഷം ഒടുവിൽ അത് തന്റെ ജന്മസ്ഥലത്തേക്ക് മടങ്ങിവരുന്നു. സാൽമൺ മത്സ്യങ്ങൾ അവയുടെ ജന്മസ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ ദൈവം ഈ മത്സ്യങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള മാഗ്നറ്റൈറ്റ് എന്ന കാന്തിക പദാർത്ഥത്താലാണ് അവ നയിക്കപ്പെടുന്നത്. ഇതിലൂടെ അവ തങ്ങളുടെ ദിശ നിർണയിക്കുന്നു. കടലിനടുത്തുള്ള തങ്ങളുടെ നദിയിലെത്തിക്കഴിഞ്ഞാൽ അവ ജനിച്ച സ്ഥലത്തേക്ക് തിരികെ സഞ്ചരിക്കാൻ തങ്ങളുടെ ശക്തമായ ഘ്രാണശക്തി ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഉപ്പുവെള്ളവുമായി പൊരുത്തപ്പെട്ട ഒരു സാൽമണിന്റെ ശരീരം ഒരു നദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രക്രിയയിൽ അത് വലിയ ശാരീരിക വേദന സഹിക്കേണ്ടി വരുന്നു. കൂടാതെ ഈ പ്രക്രിയയിൽ അവയുടെ ദഹന വ്യവസ്ഥയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുന്നു. അവയുടെ വൃക്കകളിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവയുടെ ശകുലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാൽമൺ മത്സ്യങ്ങൾ ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് മാറുമ്പോൾ അവ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നു. നദിയിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ ജന്മസ്ഥലത്ത് എത്തുന്നതുവരെ ഒന്നും കഴിക്കാതെയാണ് അവ നീന്തുന്നത്. വഴിമധ്യേ കരടികളെ കണ്ടുമുട്ടിയാൽ അവ പിടിക്കപ്പെടുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങൾക്ക് ഇരയായിത്തീരുന്നു. ഈ അപകടങ്ങളെല്ലാം സഹിച്ച് ഒടുവിൽ അതിജീവിക്കുന്ന സാൽമൺ മത്സ്യങ്ങൾക്ക് മാത്രമേ അടുത്ത തലമുറയ്ക്കായി മുട്ടയിടാൻ തങ്ങളുടെ ജന്മസ്ഥലത്തേക്ക് മടങ്ങാൻ കഴിയൂ. അതിനുശേഷം അവ തങ്ങളുടെ സന്തതികൾക്ക് ഭക്ഷണമായി സ്വന്തം ശരീരം നൽകി ജീവിതം അവസാനിപ്പിക്കുന്നു. കഠിനമായ ശാരീരിക വേദന സഹിച്ചും തങ്ങളുടെ ജന്മസ്ഥലത്തേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന സാൽമൺ മത്സ്യങ്ങളുടെ സഹജവാസന കാണുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവിനെയും സ്വർഗീയ മാതാവിനെയും കണ്ടെത്തുന്നതിനായി നമ്മുടെ നിത്യഭവനമായ സ്വർഗത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന നമുക്കും സമാനമായ ഒരു അനുഭവമുണ്ട്. ഈ പാപപൂർണമായ ലോകത്ത് ജീവിച്ച നമ്മുടെ ശരീരങ്ങൾ സ്വർഗത്തിന് അനുയോജ്യമായി രൂപാന്തരപ്പെടുമ്പോൾ സാൽമണിനെ പോലെ വലിയ കഷ്ടപ്പാടുകൾ നമ്മെയും പിന്തുടരുന്നു. സാൽമണിന്റെ ജീവിതചക്രം കാണുമ്പോൾ ദൈവം ഒന്നിനെയും ഒരു ഉദ്ദേശവുമില്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് വെളിപ്പാട് അധ്യായം 4 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഓർക്കുന്നു.
സാൽമണിന്റെ സവിശേഷതകളിലൂടെ ദൈവം നമ്മെ ഒരു പ്രധാന പാഠം പഠിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാപപൂർണമായ ലോകത്ത് നമ്മുടെ ജീവിതം നയിച്ച ശേഷം നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ആത്മീയ ഭവനത്തിലേക്ക് മടങ്ങാൻ നാമും ഈ ഭൂമിയിൽ പരിശ്രമിക്കുന്നു. ആ പ്രക്രിയയിൽ നാം ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ഈ ലോകത്തിലെ കാര്യങ്ങളും നമ്മുടെ പാപസ്വഭാവവും ഈ ലോകത്തിൽ നാം പഠിച്ച എല്ലാ ദുശ്ശീലങ്ങളും ജീവിത രീതികളും ഉപേക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല. ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് പൊരുത്തപ്പെടുന്നതിന്റെ വലിയ വേദനയെ അതിജീവിച്ചാൽ മാത്രമേ ഒരു സാൽമൺ മത്സ്യത്തിന് അതിന്റെ ജന്മസ്ഥലത്തേക്ക് മടങ്ങാൻ കഴിയൂ എന്നതുപോലെ ഈ ജീവിതത്തിൽ നാം പഠിച്ച ലൗകികവും തെറ്റായതുമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും പിഴുതെറിയാതെ സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും വസിക്കുന്ന നമ്മുടെ നിത്യസ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങാൻ നമുക്കും കഴിയില്ല. സാൽമണിന്റെ ജീവിതചക്രത്തിലൂടെ ദൈവം നമുക്ക് ഈ ആഴമേറിയ ഉപദേശം നൽകുകയല്ലേ? ഒരു ഉദ്ദേശവുമില്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നതിനാൽ ഒരു സാൽമൺ മത്സ്യത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ നിരവധി പ്രധാന പാഠങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ഇത് എന്നെ ചിന്തിപ്പിക്കുന്നു. സിയോനിലെ മക്കളുടെ ജീവിതത്തെ ഒരു സാൽമൺ മത്സ്യത്തിന്റെ യാത്രയുമായി നമുക്ക് താരതമ്യം ചെയ്യാം. ഒരു സാൽമൺ മത്സ്യം കടലിൽ വസിക്കുന്നു. അത് ജനിച്ച ശുദ്ധജല നദിയിലേക്ക് മടങ്ങുന്നതിന് അതിന്റെ ദഹന വ്യവസ്ഥ മോശമാകുന്നു. ആ നിമിഷം മുതൽ അത് പട്ടിണി കിടക്കുകയും തന്റെ സ്വദേശത്തേക്ക് മടങ്ങാൻ തീവ്രമായി ശ്രമിക്കുകയും വേണം. അതുപോലെ ലോകമെമ്പാടുമുള്ള നമ്മുടെ എല്ലാ സിയോൻ കുടുംബാംഗങ്ങളും നമ്മുടെ നിത്യഭവനമായ സ്വർഗത്തിലേക്ക് മടങ്ങാനുള്ള ഉറച്ച ദൃഢനിശ്ചയത്തോടെ സ്വർഗീയ പിതാവിനെയും സ്വർഗീയ മാതാവിനെയും വാഞ്ചിക്കുന്നു. സാൽമണിനെ പോലെ ലോകത്തിൽ നാം പഠിച്ച എല്ലാ ദുശ്ശീലങ്ങളും, പാപകരമായ വാക്കുകളും, തെറ്റായ പ്രവൃത്തികളും, ദുഷിച്ച ചിന്താഗതികളും നാം ഉപേക്ഷിക്കണം. ലോകത്തിലെ ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും സിയോനിൽ സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും നമുക്ക് നൽകിയ ഉപദേശങ്ങളിലും പാഠങ്ങളിലും വിശ്വസ്തത പുലർത്തിയും ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ടും നാം ഇപ്പോൾ നിത്യസ്വർഗരാജ്യത്തിലേക്ക് ഉത്സാഹത്തോടെ മുന്നേറുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ഇന്ന് ബൈബിളിലെ ഏതാനും ഭാഗങ്ങളിലൂടെ തന്റെ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള സാൽമണിന്റെ യാത്രയും നമ്മുടെ ആത്മാക്കളുടെ നിത്യഭവനമായ സ്വർഗീയ മാതാവിനെ കണ്ടെത്താനുള്ള നമ്മുടെ യാത്രയും നമുക്ക് കണ്ടെത്താം. നമുക്ക് വെളിപ്പാട് അധ്യായം 22 നോക്കാം. വെളിപ്പാട് അധ്യായം 22 വാക്യം 17. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവും സ്വർഗീയ മാതാവും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്നു പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. നമ്മുടെ സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവുമായ ദൈവം നാം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്ന നിത്യസ്വർഗരാജ്യമെന്ന വ്യക്തമായ ലക്ഷ്യസ്ഥാനം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ലോകത്തിലെ സുഖങ്ങളിലും വിനോദങ്ങളിലും മുഴുകിയിരുന്ന നമ്മുടെ ശരീരങ്ങളെയും മനസ്സുകളെയും സ്വർഗീയ പിതാവിന്റെയും സ്വർഗീയ മാതാവിന്റെയും പഠിപ്പിക്കലുകൾക്കനുസരിച്ച് മാറ്റുക എളുപ്പമല്ല. എന്നിരുന്നാലും ഈ പ്രക്രിയയെ സഹിക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സ്ഥലമല്ലേ നമ്മുടെ നിത്യഭവനം. ആ ഭവനത്തിൽ നിന്ന് സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും വരിക എന്നു പറഞ്ഞ് നമ്മെ വിളിച്ചിരിക്കുന്നു. അവിടുന്ന് നമ്മെ വിളിച്ച സ്ഥലത്തേക്ക് പോകുന്ന പ്രക്രിയയിൽ നമ്മുടെ ജീവിതം ഒരു പുതിയ ജീവിതമായി രൂപാന്തരപ്പെടണം. നമ്മുടെ ലൗകിക ജീവിതം ഒരു ആത്മീയ ജീവിതമായി രൂപാന്തരപ്പെടണം. ശരിയല്ലേ? ഒരു സാൽമൺ മത്സ്യം തന്റെ ശരീരത്തെ ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലത്തിലേക്ക് പൊരുത്തപ്പെടുത്തുന്ന അതേ തത്വം തന്നെയാണ് ഇതും. ഇത് സംഭവിക്കുന്നതിനുള്ള വഴി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 12 തിരിയാം.
റോമർക്കെഴുതിയ ലേഖനം അധ്യായം 12 വാക്യം 2. ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നാം എന്തു ചെയ്യണം? നാം രൂപാന്തരപ്പെടണം. ലോകത്തിൽ ജീവിച്ച കാലത്താൽ രൂപപ്പെട്ട നമ്മുടെ ലൗകിക ശരീരങ്ങൾ, മനസ്സുകൾ, ജീവിതശൈലികൾ, ശീലങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം മുറുകെ പിടിച്ചാൽ നമുക്ക് നമ്മുടെ ആത്മീയ ഭവനത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല. ഈ മേഖലകളിൽ ഒരു രൂപാന്തരം സംഭവിക്കണം. ബൈബിൾ നമ്മോട് ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ പുതിയ ജീവിത രീതിയുമായി നാം പൊരുത്തപ്പെടണം. കോരമീനുകൾ അവയുടെ ജന്മസ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ അവയുടെ ദഹന വ്യവസ്ഥ പൂർണ്ണമായും നശിച്ചുപോകുന്നു. ഈ വേദനാജനകമായ പ്രക്രിയ ഉണ്ടായിരുന്നിട്ടും അവ ഒന്നും കഴിക്കാതെ കടലിൽ നിന്ന് സംഭരിച്ച ഊർജം മാത്രം ആശ്രയിച്ച് തങ്ങളുടെ ഭവനത്തിലേക്ക് ശക്തമായി മുന്നേറുന്നു. നമുക്കും ലോകത്തിലെ ജീവിതത്തിൽ നിന്ന് മാറി നമ്മുടെ പിതാവും മാതാവും ആഗ്രഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന സിയോനിലെ ഒരു ജീവിതത്തിലേക്കുള്ള മാറ്റം തികച്ചും അനിവാര്യമല്ലേ? എല്ലാം മാറണം. ഒരു രൂപാന്തരം സംഭവിക്കണം. നമുക്ക് ഒരുമിച്ച് യെശയ്യാവ് അധ്യായം 13 വാക്യം 4 നോക്കാം. അധ്യായം 13 വാക്യം 4 ഇപ്രകാരം പറയുന്നു: ബഹുജനത്തിന്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിന്റെ ഒരു ഘോഷം, കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം. സൈന്യങ്ങളുടെ യഹോവ യുദ്ധസൈന്യത്തെ പരിശോധിക്കുന്നു. യുദ്ധത്തിനായി ഒരു സൈന്യത്തെ എണ്ണുന്നു. ശത്രുവിനെ തോൽപ്പിക്കാൻ തക്കവണ്ണം ശക്തമായ ശരീരമാണോ ഒരു പടയാളിക്കുള്ളത്? അവന് ശക്തമായ മനസ്സുണ്ടോ? അവന്റെ ആയുധം ശരിയായി തയ്യാറാക്കിയിട്ടുണ്ടോ? ഇവയെല്ലാം പരിശോധനാ പട്ടികയിലുള്ള കാര്യങ്ങളല്ലേ? നമ്മിൽ യഥാർത്ഥത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ദൈവം നമ്മിൽ ഓരോരുത്തരെയും പരിശോധിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശോധനാ രീതി ഓരോ ദിവസവും നമ്മിൽ ഓരോരുത്തർക്കും നമ്മുടേതായ വിധത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞേക്കാം. വിശ്വാസം കുറഞ്ഞവരെ ദൈവം വിശ്വാസത്തിലൂടെയും ജ്ഞാനം കുറഞ്ഞവരുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായും അവിടുന്ന് പ്രവർത്തിക്കുന്നു. ദൈവം നമ്മെ പരിശോധിക്കുകയും ചിലപ്പോൾ വിവിധ രീതികളിൽ പരീക്ഷിക്കുകയും തന്റെ ജനമായി അനുദിനം വളരാൻ നമ്മെ സഹായിക്കുകയും നിത്യസ്വർഗരാജ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നുവെന്ന് നാം എപ്പോഴും ഓർക്കുകയും വിശ്വസിക്കുകയും വേണം. നമുക്ക് എഫെസ്യർ അധ്യായം 6 പോകാം. എഫെസ്യർ അധ്യായം 6 വാക്യം 10 നമുക്ക് ഒരുമിച്ച് നോക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്കു സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ.
ഞാൻ ചങ്ങല ധരിച്ചു സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥനയിലൂടെയും വചനം പ്രസംഗിക്കുന്നതിലൂടെയും സ്വർഗരാജ്യത്തിനായുള്ള നമ്മുടെ പ്രത്യാശയിലൂടെയും എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നാം വിശ്വാസത്തിന്റെ പാതയിൽ നടക്കുന്നതെന്ന് ദൈവത്തിന്റെ സർവായുധവർഗം നാം പൂർണ്ണമായി ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നും ദൈവം പരിശോധിക്കുന്നു. അവിടുന്ന് ഈ അവസ്ഥകൾ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. സഹപ്രവർത്തകർ, പരിചയക്കാർ, കുടുംബാംഗങ്ങൾ എന്നിങ്ങനെ എല്ലാ തരം ആളുകളും നമുക്ക് ചുറ്റും ജീവിക്കുന്നു. അവരെ നോക്കി അവർക്ക് അങ്ങനെയൊക്കെ ജീവിക്കാം, എന്നാൽ നാം എപ്പോഴും ഇങ്ങനെ ജീവിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ ജീവിക്കുന്ന മണ്ഡലവും നാം ജീവിക്കുന്ന മണ്ഡലവും വ്യത്യസ്തമാണ്. നമ്മുടെ നിത്യഭവനം വ്യത്യസ്തമാണ്. ഒരു കാലത്ത് ശുദ്ധജലത്തിൽ ജീവിച്ചിട്ട് കടലിലേക്ക് പോയ സാൽമൺ മത്സ്യങ്ങളെ പോലെയായിരുന്നു നാമും. സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങേണ്ട സമയം വരുമ്പോൾ ഈ ലോകവുമായി പൊരുത്തപ്പെട്ട ശരീരങ്ങളുമായി അവർക്ക് ആ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ അസഹനീയമായ വേദന സഹിക്കുന്നു. അവരുടെ ദഹന അവയവങ്ങൾ തകരാറിലാകുന്നു, വൃക്കകൾ ക്ഷയിക്കുന്നു, ശരീരം തകരുന്നു. അത്തരം കഠിനമായ കഷ്ടപ്പാടുകൾ സഹിച്ചതിന് ശേഷം നാം ഒടുവിൽ മടങ്ങിച്ചെല്ലുന്ന സ്ഥലം നമ്മുടെ നിത്യഭവനമായ സ്വർഗരാജ്യമാണ്. അതിനെ നമ്മുടെ സ്വർഗീയ മാതാവിന്റെ ആശ്ലേഷമായും കാണാൻ കഴിയും. ഈ പ്രക്രിയ മുഴുവനും നമുക്ക് തികച്ചും അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ നാം ഈ ലോകത്തെ മാത്രം നോക്കുന്നവരല്ല, നമ്മുടെ സ്വർഗീയ ഭവനത്തെ നോക്കുന്നവരായി മാറണം. പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ഈ സത്യം വെളിപ്പെടുത്തുന്നതിനായി പിതാവായ ദൈവം തന്റെ മക്കളായ നമുക്കുവേണ്ടി ഈ മറക്കാനാവാത്ത സുവർണ നിയമം സ്വന്തം കൈപ്പടയിൽ എഴുതിവച്ചു. എലീശ ഏലിയാവിനെ അനുഗമിച്ചു, യോശുവ മോശയെ അനുഗമിച്ചു, പത്രോസ് യേശുവിനെ അനുഗമിച്ചു, ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു. മാതാവ് നിങ്ങളെ എവിടേക്ക് നയിച്ചാലും അവിടത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒരിക്കലും മറക്കരുത് എന്ന് അവിടുന്ന് നമ്മോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട സിയോൻ കുടുംബാംഗങ്ങളെല്ലാം സ്വർഗീയ മാതാവിന്റെ ഇഷ്ടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാതാവ് കൽപ്പിച്ച എല്ലാ നല്ല പ്രവൃത്തികളും, ലോകത്തെ രക്ഷിക്കുന്ന സേവന പ്രവർത്തനങ്ങളും, സന്നദ്ധ സേവനവും പ്രസംഗ ദൗത്യവും ഇപ്പോൾ നിർവഹിക്കുകയാണ്. ഇതിലൂടെ ശമര്യ മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെ ലോകമെമ്പാടും സിയോൻ സ്ഥാപിക്കപ്പെടുകയും എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവായ ദൈവത്തിന്റെ കൃപയാലും മാതാവായ ദൈവത്തിന്റെ അനുഗ്രഹത്താലുമല്ലേ ഈ കൃപ നിറഞ്ഞ വേല നിറവേറ്റപ്പെടുന്നത്? ലോകമെമ്പാടും നമ്മുടെ സിയോൻ കുടുംബാംഗങ്ങളിൽ പലരും ഇപ്പോഴും മാതാവിന്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതം കടലിൽ എന്നേക്കും ജീവിക്കുന്ന സാൽമൺ മത്സ്യങ്ങളെ പോലെ ആകണോ? അതോ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങുന്ന സാൽമൺ മത്സ്യങ്ങളെ പോലെ ആകണോ? നമുക്കൊരു നിമിഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. കടലിൽ വസിക്കുന്ന സാൽമൺ മത്സ്യങ്ങൾക്ക് എന്നേക്കും ജീവിക്കാൻ കഴിയില്ല. അതൊരു നിത്യമായ സ്ഥലമല്ല. വരിക എന്ന് വിളിക്കുന്ന പിതാവായ ദൈവത്തിന്റെയും മാതാവായ ദൈവത്തിന്റെയും ശബ്ദം ലോകം മുഴുവൻ കേട്ട് നമ്മുടെ ആത്മാക്കളുടെ ഭവനമായ മാതാവായ ദൈവത്തിങ്കലേക്ക് മടങ്ങേണ്ട പ്രവചനത്തിന്റെ സമയമല്ലേ ഇത്? ആത്മീയ ലോകത്തിൽ സാത്താൻ അത്തരം കാര്യങ്ങളിൽ സന്തോഷിക്കുമോ? ഇല്ല, അവിടുന്ന് അങ്ങനെ ചെയ്യില്ല. അതിനാൽ സാത്താൻ ഇപ്രകാരം പ്രവർത്തിക്കുമെന്ന് ദൈവം സൃഷ്ടിപ്പിൻ സമയം മുതൽ മനുഷ്യവർഗത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഉൽപ്പത്തി അധ്യായം 3 വാക്യം 15 പോകാം. ഉൽപ്പത്തി അധ്യായം 3 വാക്യം 15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ആദാമിനെയും ഹവ്വയെയും പ്രലോഭിപ്പിച്ച സർപ്പത്തിന് ദൈവം ശിക്ഷ വിധിക്കുന്ന രംഗത്തുനിന്നുള്ള ഒരു ഭാഗമാണിത്. ദൈവം പറഞ്ഞു, ഞാൻ നിനക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അതായത് സർപ്പമായ പിശാചിനും ആർക്കും തമ്മിൽ.
ഞാൻ നിനക്കും സ്ത്രീക്കും ശത്രുത്വമുണ്ടാക്കും. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീ ഹവ്വയാണ്. ഉൽപ്പത്തി 3 അധ്യായം അനുസരിച്ച് ഹവ്വയെ ജീവനുള്ളവരുടെ എല്ലാം മാതാവ് എന്ന് വർണ്ണിച്ചിരിക്കുന്നു. ഇപ്രകാരം ബൈബിൾ ഈ ഉപമകളിലൂടെ സ്വർഗീയ മാതാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. 15-ാം വാക്യം വീണ്ടും നോക്കുമ്പോൾ സാത്താനും മാതാവും തമ്മിലുള്ള ബന്ധം നിത്യശത്രുതയുള്ള ഒന്നായി ദൈവം സ്ഥാപിച്ചു. അതിനാൽ സ്ത്രീയുടെ സന്തതികൾക്ക് ഒരു കാരണവശാലും സാത്താന്റെ പക്ഷത്ത് നിൽക്കാൻ കഴിയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ എപ്പോഴും ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണെന്ന വസ്തുതയെക്കുറിച്ച് ഉൽപ്പത്തി 3 അധ്യായത്തിലൂടെ ദൈവം നമ്മെ ഉണർത്തുന്നു. ഇവരാണ് ആത്യന്തികമായി തങ്ങളുടെ നിത്യഭവനമായ സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നവർ. അവർ സ്വർഗീയ മാതാവിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. ഉൽപ്പത്തി 3 അധ്യായത്തിലെ പ്രവചനം വെളിപ്പാട് പുസ്തകത്തിലും അതുപോലെ പുനരാവിഷ്കരിക്കപ്പെടുന്നുണ്ട്. നമുക്ക് വെളിപ്പാട് 12-ാം അധ്യായം തുറക്കാം. വെളിപ്പാട് അധ്യായം 12 വാക്യം 17. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ഉൽപ്പത്തി അധ്യായം 3 വാക്യം 15 സർപ്പവും സ്ത്രീയും പ്രത്യക്ഷപ്പെടുന്നത് നാം കാണുന്നു. വെളിപ്പാട് അധ്യായം 12 മഹാസർപ്പവും സ്ത്രീയും പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ പറയുന്ന മഹാസർപ്പത്തെ 9-ാം വാക്യത്തിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചുകളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ എന്ന് വിവരിക്കുന്നില്ലേ? പുരാതന സർപ്പം എന്നത് ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന സർപ്പമാണ്. ഇവിടെ സർപ്പവും പിശാചും സ്ത്രീയും തമ്മിലുള്ള ബന്ധമെന്താണ്? ബൈബിൾ എപ്പോഴും അവരെ ശത്രുക്കളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വർഗീയ മാതാവിനോടൊപ്പമായിരിക്കുന്ന നാം എപ്പോഴും ദൈവത്തിന്റെ പക്ഷത്താണെന്നുള്ള ഉറച്ച ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കാം. ഉൽപ്പത്തി അധ്യായം 3 വാക്യം 15 സ്ത്രീയും അവളുടെ സന്തതിയും സർപ്പവും അവന്റെ സന്തതിയും തമ്മിൽ ശത്രുതയിലാണെന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്നു. ദൈവം ഇതിനെ മഹാസർപ്പവും സ്ത്രീയും തമ്മിലുള്ളതും മഹാസർപ്പത്തിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലുള്ളതുമായ പോരാട്ടമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ സ്ത്രീയുടെ സന്തതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവർ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുകയും യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം മുറുകെ പിടിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു. വെളിപ്പാട് അധ്യായം 12 വാക്യം 17 ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ഈ കൂട്ടം ഇന്ന് ഈ ഭൂമിയിൽ ശബ്ബത്തിന്റെയും പെസഹയുടെയും കൽപ്പനകളും തിരുനാളുകളുടെ കൽപ്പനകളും പുതിയ നിയമത്തിന്റെ കൽപ്പനകളും പാലിക്കുന്ന ഏത് സഭയാണുള്ളത്? അത് വേൾഡ് മിഷൻ സൊസൈറ്റി ചർച്ച് ഓഫ് ഗോഡാണ്. സ്വർഗീയ മാതാവിനെ ശുശ്രൂഷിക്കുന്നത് നമ്മളല്ലേ? ഈ കൂട്ടം ആളുകളാണ് ആത്യന്തികമായി തങ്ങൾക്ക് നഷ്ടപ്പെട്ട നിത്യഭവനമായ സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങുന്നത്. അതിനാൽ നമ്മുടെ ജീവിതം മുഴുവൻ ഇപ്പോൾ ആത്മീയ ജീവിതത്തിലേക്ക് രൂപാന്തരപ്പെടണം. ഈ വർഷം മാതാവിന്റെ സ്നേഹവചനങ്ങൾ എന്നതിലൂടെ നമ്മുടെ സംസാരം മെച്ചപ്പെടുത്താൻ നമുക്ക് തീരുമാനമെടുക്കാം. പിതാവിന്റെയും മാതാവിന്റെയും മക്കളെന്ന നിലയിൽ സ്വർഗരാജ്യത്തിലെ ജനങ്ങൾക്ക് ചേർന്ന വിധം നമ്മുടെ വാക്കുകളെ നമുക്ക് മാറ്റിയെടുക്കാം. മുൻപ് നാം പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്ക് അവയെ മാലാഖമാരുടെ ഭാഷയിലേക്ക് മാറ്റാം. എന്നോട് ക്ഷമിക്കൂ, ദയവായി എന്നോട് ക്ഷമിക്കൂ, നന്ദി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി അല്ലേ? എല്ലാം ശരിയാവും. മാതാവിന്റെ സ്നേഹവചനങ്ങളെക്കുറിച്ചുള്ള ഈ പഠിപ്പിക്കലുകളിലൂടെ ലോകമെമ്പാടും ഇതിനകം തന്നെ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരോടും ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ ഒരുപാട് കഷ്ടപ്പെട്ടു, നന്ദി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഭാര്യയോട് പലപ്പോഴും പറയാത്ത ഒരു ഭർത്താവിന് ഒരു ദിവസം പെട്ടെന്ന് ആ വാക്കുകൾ പറയാൻ എളുപ്പമായിരിക്കുമോ? എന്നിരുന്നാലും നാം എന്തു ചെയ്യണം? നാം രൂപാന്തരപ്പെടണം. മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത് മാതാവിന്റെ ഉപദേശമായതുകൊണ്ട് ഇനി മുതൽ നാം എന്തു ചെയ്യണം?
നമുക്കത് ചെയ്യാം. അയ്യോ, ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ ഇത് ചെയ്യും എന്ന് ചിന്തിച്ച് മടിച്ചു നിൽക്കാതെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതാണ് നല്ലത്. ഇത് പ്രാവർത്തികമാക്കുന്നതിലൂടെ നമ്മുടെ സഭയെയും കുടുംബങ്ങളെയും ജോലിസ്ഥലങ്ങളെയും സമൂഹത്തെയും നമ്മുടെ ഈ ആഗോള ഗ്രാമത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നവരായി നമുക്കെല്ലാവർക്കും മാറാം. അങ്ങനെ ചെയ്യുന്നതിന് സാൽമൺ മത്സ്യങ്ങൾ കടലിൽ നിന്ന് തങ്ങളുടെ ജന്മനദിയിലേക്ക് മടങ്ങാൻ അവയുടെ ശരീരഘടന മുഴുവൻ മാറ്റുന്നതുപോലെ നാമും നമ്മുടെ സ്വഭാവം പൂർണ്ണമായും മാറ്റണം. മാതാവിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമാണെങ്കിൽ പോലും നാം അങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടാതെ പിതാവും മാതാവും നമുക്കായി ആഗ്രഹിക്കുന്ന നമ്മുടെ നിത്യഭവനമായ സ്വർഗരാജ്യത്തിലേക്ക് നമുക്കെല്ലാവർക്കും മടങ്ങാം. യെശയ്യാവ് അധ്യായം 60 നമ്മുടെ മാതാവിനെക്കുറിച്ചും നമ്മുടെ സഭയുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ സ്വന്തം ഭാവിയെക്കുറിച്ചുമുള്ള ബൈബിൾ പ്രവചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമുക്ക് യെശയ്യാവ് അധ്യായം 60 വാക്യം 1 തിരിയാം. എഴുന്നേറ്റു പ്രകാശിക്ക്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. സാത്താൻ അന്ധകാരം കൊണ്ട് ഭൂമിയെ മൂടുകയും കൂരിരുട്ടുകൊണ്ട് സകല ജനങ്ങളുടെയും കണ്ണും കാതും ഹൃദയവും അന്ധമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാകുമെന്ന് ഇവിടെ പറയുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ജാതികൾ വരുവാനും രാജാക്കന്മാർ മടങ്ങി വരുവാനും ആരുടെ മഹത്വത്തിന്റെ വെളിച്ചമാണ് ആവശ്യം? യെരൂശലേമിന്റെ വെളിച്ചം ആവശ്യമാണ്. മാതാവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള സത്യം ആവശ്യമാണ്. സിയോൺ മക്കളായ നാം നിശബ്ദരായിരിക്കാതെ ഇത് നിരന്തരം പ്രഘോഷിക്കണം. നാം മാതാവിന്റെ മഹത്വം പ്രഘോഷിക്കുകയും മാതാവിന്റെ സ്നേഹവചനങ്ങൾ പങ്കുവെക്കുകയും നഷ്ടപ്പെട്ടുപോയ നമ്മുടെ സഹോദരീ സഹോദരന്മാരെ കണ്ടെത്താൻ സത്യവചനം പ്രസംഗിക്കുകയും വേണം. അപ്പോൾ മാത്രമേ രാജാക്കന്മാർ ആ വെളിച്ചം കണ്ട് അതിലേക്ക് വരികയും ജാതികൾ അതിന്റെ പ്രകാശത്തിലേക്ക് വരികയും ചെയ്യുകയുള്ളൂ. നമുക്ക് 4-ാം വാക്യം വായിക്കാം. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്നു വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ടുവരും. നിന്റെ മക്കളൊക്കെയും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്തു. 8-ാം വാക്യം നോക്കുക. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെപ്പോലെയും പറന്നുവരുന്ന ഇവർ ആർ? നമുക്ക് 12-ാം വാക്യത്തിലേക്ക് പോകാം. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചുപോകും. സ്വർഗീയ മാതാവിന്റെ അടുക്കളേക്ക് മടങ്ങി വരാത്തവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് പ്രവാചകന്മാരുടെ പ്രവചനങ്ങളിലൂടെ ദൈവം ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം അവർ നശിപ്പിക്കപ്പെടുമെന്ന് അതിൽ പറയുന്നു. ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും. നമുക്ക് 14-ാം വാക്യം നോക്കാം. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്വർഗീയ മാതാവായ യെരൂശലേമിനെ പീഡിപ്പിക്കുന്ന ദുഷ്ടന്മാരുടെ കൂട്ടങ്ങളെ നാം കണ്ടുമുട്ടിയേക്കാം. തീർച്ചയായും അവിടുത്തെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. ദൈവം ബലഹീനനായിരുന്നതുകൊണ്ടാണോ ക്രൂശിക്കപ്പെട്ടത്? അല്ലല്ലോ. തന്റെ മക്കളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനായി പ്രവചനങ്ങൾ അനുസരിച്ച് ദൈവം ത്യാഗപൂർണമായ ജീവിതം നയിച്ചതുപോലെ പീഡിപ്പിക്കുന്നവരും നിന്ദിക്കുന്നവരും അനുസരിക്കാത്തവരും ഉണ്ടാകുമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രയേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. നമുക്ക് 20-ാം വാക്യത്തിലേക്ക് കടക്കാം. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നുപോകും. ദുഃഖത്തിന്റെ നാളുകൾ അവസാനിക്കുന്ന സമയത്തിനു മുമ്പ് യെരൂശലേം അനിവാര്യമായും വിവിധ പ്രയാസകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. അവിടുന്ന് ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു. ഉൽപ്പത്തി 3 അധ്യായം 15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ
ശത്രുവായ പിശാച്ച് എപ്പോഴും എതിർത്തു നിൽക്കുകയും മാതാവിനെക്കുറിച്ചുള്ള സത്യം വിശ്വസിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നതിനായി അവിശ്വസനീയമായ വഴികളിലൂടെ അവരുടെ ഹൃദയങ്ങളെ തന്ത്രപൂർവം വഞ്ചിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ സ്വർഗരാജ്യത്തിൽ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടില്ലേ? ദുഃഖത്തിന്റെ ആ നാളുകൾ അവസാനിക്കുമ്പോൾ മാത്രമേ ദൈവം തന്റെ യഥാർത്ഥ സ്വഭാവം തന്റെ മക്കൾക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തുകയുള്ളൂ. 21-ാം വാക്യം നോക്കാം. നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്കു കൈവശമാക്കും. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ദൈവത്തിന് തുടക്കം മുതലേ എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവം ഇപ്പോൾ എന്തുപയോഗിച്ചാണ് തന്റെ മക്കളെ വളർത്തുന്നത്? നാം ഇപ്പോൾ ആ പ്രക്രിയയുടെ മധ്യേയാണ്. നാം അനേകം ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും നേരിടുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പിതാവിന്റെയും മാതാവിന്റെയും ഉപദേശങ്ങൾക്കനുസരിച്ച് ഈ പാത പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ നാം ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരാണെന്ന് നാം കാണുന്നു. ശുദ്ധജലവും ഉപ്പുവെള്ളവും തമ്മിൽ വ്യക്തവും വലുതുമായ വ്യത്യാസമുണ്ട്. ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തെ ശുദ്ധജലത്തിലിട്ടാൽ അത് ഉടൻ ചത്തുപോകും. എന്നിരുന്നാലും ജന്മനാട്ടിലേക്ക് മടങ്ങാൻ അത് പൊരുത്തപ്പെടണം. അത്തരം വലിയ വേദനകൾ സഹിച്ച് അതിനെ അതിജീവിക്കുമ്പോൾ മാത്രമേ ജന്മനാട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു ശരീരമായി അത് രൂപാന്തരപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാമമാത്രമായി ദൈവസഭയിലെ അംഗങ്ങളായിരിക്കുന്നതിന് പകരം നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങാൻ കഴിയുന്ന അംഗങ്ങളായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസം രൂപാന്തരപ്പെടേണ്ടതല്ലേ? യെശയ്യാവ് അധ്യായം 62-ലെ യെരൂശലേമിന്റെ മതിലുകളിലെ കാവൽക്കാരെ പോലെ നാം രാവും പകലും നിർത്താതെ യെരൂശലേമിന്റെ മഹത്വം ഘോഷിക്കണം. ഈ സ്വർഗീയ മാതാപിതാക്കളുടെ ദിനത്തിൽ എപ്പോഴും സ്വർഗീയ മാതാവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പിതാവിനോടും മാതാവിനോടുമൊപ്പം നിത്യസ്വർഗരാജ്യം സ്ഥാപിക്കുന്ന സ്വർഗമക്കളായി തീരുവാൻ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. ഇതോടെ ഇന്നത്തെ ഉപദേശം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.